എല്ലാവർക്കും വൈസോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം ഈ ഒരു സീസണോട് കൂടി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജൂണോട് കൂടി റയൽ മാഡ്രിഡിന്റെ ആ ഒരു കോച്ചൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സീസൺ എൻഡോട് കൂടി കാർലോ ആൻസലോട്ടി പോയി, സാബി അലോൺസോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ സാബി അലോൺസോ ആണ് റയൽ മാഡ്രിഡിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലത്തെ 3 മത്സരം കാണുമ്പോൾ നമുക്ക് ഹോപ്പ് തരുന്നൊരു ഇതാണ് അലൻസോൻ്റെ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു അലൻസോ എന്തൊക്കെയാണ് റയലിൽ ചെയ്തത്, അങ്ങനത്തെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇതിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് 3 ടീമുകൾക്കെതിരെ ഇപ്പോൾ അണ്ടർ സാബി അലോൺസോയിൽ കളിച്ചു. ആ ഒരു 3 ടീം എന്ന് പറയുന്നത് നോൺ യൂറോപ്യൻ ടീംസാണ്. പക്ഷേ നമുക്കറിയാം എക്സ്പെഷ്യലി ഈ ഒരു അൽ ഹിലാൽ, അതുപോലെ തന്നെ ഈ ഒരു സാൾസ്ബർഗ് ആണെങ്കിൽ പച്ചൂക്കി ആണെന്നുണ്ടെങ്കിലും വലിയ അവരുടെ ആ ഒരു കോണ്ടിനെൻറ്റിൽ നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള ടീമുകളാണ് ഈ 3 ടീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പച്ചൂക്ക എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫൈനലിൽ എത്തിയ ഒരു ടീമാണ് പച്ചൂക്ക. അപ്പം ഈ ഒരു ടീമിനൊക്കെ എതിരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ റയലിന് സാധിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി ഈ ഒരു പച്ചൂക്കെതിരെ ഏകദേശം 7ാമത്തെ മിനിറ്റിനുള്ളിൽ തന്നെ 7ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു അസൻസിയോക്ക് റെഡ് കാർഡ് കിട്ടിയത്. അതിനുശേഷം 3 ഗോൾ റയൽ മാഡ്രിഡിന് അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു മത്സരമൊക്കെ കാണുമ്പോൾ ഒത്തിരി ഹോപ്പ് തരുന്ന രൂപത്തിലാണ് ഒരു ഫുട്ബോൾ റയൽ മാഡ്രിഡ് ആ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരം നമുക്കറിയാം അൽ ഹിലാലിനെതിരെയായിരുന്നു. അൽ ഹിലാലിനെതിരെ ഒരു നല്ലൊരു കൗണ്ടർ അറ്റാക്കിലൂടെ ഒരു ഗോൾ ആദ്യം റയൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം മത്സരത്തിലും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അൽ ഹിലാലിനായിരുന്നു. ആ ഒരു മത്സരത്തിൽ അൽ ഹിലാലി ഒരു പെനാൽറ്റി ഗോൾ അടിച്ചുകൊണ്ട് 1-1 ഡ്രോയിലാണ് ആ ഒരു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 2ാമത്തെ മത്സരം എന്ന് പറയുന്നത് പച്ചൂക്കെതിരെയായിരുന്നു. കഴിഞ്ഞ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡിനെതിരെ തന്നെ കളിച്ച ടീമാണ് ഈ ഒരു പച്ചൂക്ക എന്ന് പറയുന്നത്. അന്ന് റയൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 3-1 3-0 എന്നുള്ള ലീഡിനായിരുന്നു. ഏകദേശം ആ ഒരു സ്കോർ ലൈൻ തന്നെയാണ് ഈ പ്രാവശ്യം ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ജയത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 10 ആൾക്കാരെ വെച്ചിട്ടാണ് 3 ഗോൾ റയൽ മാഡ്രിഡ് ആ ഒരു ഫോഴ്സിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കളിയിൽ ഏകദേശം ഫുൾ ടൈമിലും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ ഒരു റയൽ മാഡ്രിഡിനെയും സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഒന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ. അപ്പോൾ എക്സ്പെഷ്യലി 10 ആൾക്കാരായി ചുരുങ്ങുമ്പോൾ എന്തായാലും റയൽ മാഡ്രിഡ് ഡിഫൻസ് എപ്പോഴും പൊട്ടേണ്ടതാണ്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഇതൊന്നും കാണിക്കാതെ, എന്നാൽ ആ ഒരു പോരായ്മ ഒരാൾ കളിയിൽ ഇല്ലാത്തതിൻ്റെ പോരായ്മ പോലും കാണിക്കാതെ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ സാബി അലോൺസോന്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ആ ഒരു രീതിയിൽ ഈ ഒരു നമുക്കറിയാം അണ്ടർ കാർലോ ആൻസലോട്ടി എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാക്ക് ആയിങ്ങാണ്ട് ആൻസലോട്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആൻസലോട്ടിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരു സംഭവമാണ്. അതായത് അലോൺസോക്ക് ആണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തന്നെ ഹുയ്സിനെ പോലത്തെ നല്ലൊരു യങ്സ്റ്റർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂഡിഗർ ആണെന്നുണ്ടെങ്കിൽ പരിക്ക് കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അത് അസൻസിയോ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അത്രയും സമ്മർദ്ദത്തിൽ നിന്നപ്പോഴും ഈ ഒരു ആൻസലോട്ടി എനിക്ക് തോന്നുന്ന ഒരു മത്സരത്തിൽ ഈ ഒരു ചുവമനിനെയും കാർവഹാലിനെയും സെൻട്രൽ ബാക്ക് ഒക്കെ കണ്ട വരെ ജിറോണക്കെതിരെ കളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു സാബിന്റെ സിസ്റ്റത്തിൽ ഈ ഒരു ചുവമനിന്റെ റോള് വരുന്നത് എന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ ബാക്ക് ആയിങ്ങാണ്ടാണ്. സെൻട്രൽ ബാക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ്, അതായത് കയറി ഇറങ്ങി കളിക്കുന്ന ടൈപ്പ് ഒരു സെൻട്രൽ ബാക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു ചുവമനി കംഫർട്ടാണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ചുവമനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു റയൽ മാഡ്രിഡിന്റെ ഫോം ആൻസലോട്ടി ഈ ഒരു അലൻസോന്റെ കീഴിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3-4 ആ ഒരു രീതിയിലാണ് 3 അറ്റ് ദ ബാക്ക് ആണ് വരുന്നത്. ആ ഒരു 3 അറ്റ് ദ ബാക്കിൽ ഭൂരിഭാഗം ടൈമിലും ഹുയ്സണും അതുപോലെ തന്നെ ചുവമനിയാണ് ആ ഒരു സെൻറ്ററിൽ നിൽക്കുക. അങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഹുയ്സണും റൈറ്റ് സൈഡിൽ സാബി ഈ ഒരു റൂഡിഗറിനെയോ അല്ലാന്നുണ്ടെങ്കിൽ അസെൻസിയോനെയൊക്കെ കളിപ്പിക്കലുണ്ട്. അങ്ങനത്തെ ഒരു ശൈലിയാണ് ഇതുവരെയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോർട്ടോയ്സിന് കുറച്ചും കൂടി പണി കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നും അത്ര ജഡ്ജ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു യൂറോപ്യൻ ടീമിനെതിരെ ഈ ഒരു റയൽ കളിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്കറിയാം അടുത്തത് ജുവൻറ്റസിനെതിരെയാണ്. ഈ ജുവൻറ്റസിനെതിരെ തന്നെ നമുക്ക് ആ ഒരു എന്തൊക്കെയാണ് നടന്നതെന്നുള്ള ഏകദേശം മനസ്സിലാവും. അതായത് ഞാൻ ഈ ഒരു രണ്ട് ക്ലബ്ബുകൾ തമ്മിൽ ഇതല്ല പറയുന്നത്. അതായത് ഈ ഒരു യൂറോപ്യൻ ശൈലിയിൽ ആ ഒരു മത്സരത്തിൽ എങ്ങനെയൊക്കെയാണ് അത് ഇമ്പാക്ട് ചെയ്യുക, സാബി അലോൺസോന്റെ ചെയിൻസ് ഒക്കെ ഗുണവത്തായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കുക. ആ ഒരു രീതി തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തായാലും സാബി അലോൺസോ റയൽ മാഡ്രിഡിൽ ഓൾറെഡി ക്ലിക്കാണ്. ഈ ഒരു എംബാപ്പെ വിത്തൗട്ട് എംബാപ്പെ എന്നുള്ള രീതിയിൽ ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എംബാപ്പെ വരുമ്പോൾ ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷെ അത്
ഒരു പ്രോപ്പർ ഫിനിഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഗോൺസാലസ് എന്ന് പറയുന്ന പ്ലെയർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു എംബാപ്പെ വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഗോൾ റേഷ്യോ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്നും കൂടി ഈ ഒരു റയൽ മാഡ്രിഡിന്റെ ആ ഒരു അറ്റാക്കിങ്ങിന് സഹായകമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ കുറെ ആൾക്കാർ ഈ ഒരു 2-3 മത്സരങ്ങളൊക്കെ കണ്ടില്ല, ആദ്യത്തെ 2 മത്സരങ്ങൾ കണ്ട് വിനീഷ്യസ് ജൂനിയർ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയർ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സാധാരണ നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുക പ്രീ മാച്ച് ഫ്രണ്ട്ലീസിലാണ്. ഈ ഒരു ഫ്രണ്ട്ലീസിൽ വിനീഷ്യസ് ജൂനിയർ സാധാരണയായിട്ട് ഒരു യൂസ് ചെയ്യുന്ന ഹെയർ കട്ട് ഉണ്ട്, അതായത് ഇവിടെ ഇങ്ങനെ മുടഞ്ഞുകൊണ്ട് വെച്ചുള്ള ഹെയർ സ്റ്റൈൽ. അതായത് കഴിഞ്ഞ സീസണിലും അതിന്റെ മുന്നത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ഹെയർ സ്റ്റൈല് മൂപ്പര് മാറ്റുന്നതോട് കൂടി ആ ഒരു ഫോം മൂപ്പരെ കയ്യിലേക്കാണ് വരും. അതാണ് ഇപ്രാവശ്യം തോന്നിയത്. അതായത് ഞാൻ കഴിഞ്ഞ ഈ ഒരു സാൾസ്ബർഗിനെതിരെയുള്ള മത്സരത്തിൽ ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചൊരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൻ്റെ മാൻ ഓഫ് ദ മാച്ച്. ആ ഒരു മത്സരത്തിന് മുന്നേ വിശ്വസിച്ചൊരു കാര്യമാണ്, അതായത് ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് എന്തായാലും വിനീഷ്യസ് ജൂനിയർ നേടുള്ളൂ. ആ ഒരു മത്സരത്തിൻ്റെ മാൻ ഓഫ് ദ മാച്ച് ആരാണ്? വിനീഷ്യസ് ജൂനിയർ ആണ്. അത് കാരണം എന്താണ് നമുക്കറിയാം, ഇതൊരു മിത്താണെന്നുണ്ടെങ്കിലും ഞാൻ ഞാൻ അതിൽ വിശ്വസിച്ചു പോയി. കാരണം ആ ഒരു മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ എന്തായാലും നേടുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു ഗോൾ നേടി. പക്ഷേ ഫസ്റ്റത്തെ കുറച്ച് മിനിറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയർ കുറച്ച് ഉഴപ്പിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ഗോളും ഒരു അസിസ്റ്റ് നേടാൻ ആ ഒരു നല്ലൊരു രീതിയിലൊരു പെർഫോമൻസ് നടത്താൻ വിനീഷ്യസ് ജൂനിയറിന് സാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സാബി അലോൺസോന്റെ അണ്ടറിൽ മാഡ്രിഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു മാച്ച് റിവ്യൂലൊക്കെ ഞാൻ പറയേണ്ടത് ഇതുവരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാബി അലോൺസോ ചെയ്തതൊക്കെ വളരെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അർണോൾഡിന്റെ വരവും അതുപോലെ തന്നെ ഹുയ്സന്റെ ആ ഒരു സെൻട്രൽ ബാക്കിലെ റോളൊക്കെ അലോൺസോനെ ഒന്നും കൂടി സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പല ആൾക്കാരും എനിക്കടക്കം ഒരു ഇതുണ്ടായിരുന്നു, ഈ ഒരു അർണോൾഡ് വന്നാൽ എവിടെയാവും അർണോൾഡ് കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലായി, ഒരു അറ്റാക്കിംഗ് സൈഡിലാണ് അർണോൾഡിനെ കൂടുതലായിട്ട് അലോൺസോ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോഴും ഒരു ഓപ്പോസിഷൻ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റൈറ്റ് ബാക്കിലേക്ക് ഈ ഒരു അർണോൾഡ് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ കുറച്ച് പാളിച്ചിട്ടുണ്ടെങ്കിൽ പോലും റൈറ്റ് മിഡ്ഫീൽഡർ ആയിങ്ങാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആ വച്ചുക്കെതിരെ എല്ലാ ഒരു ആർദാ ഗുള്ളറിന്റെ ഗോളാണെന്ന് തോന്നുന്നു. അതിലൊക്കെ ഈ ഒരു അർണോൾഡിന്റെ ആ ഒരു പാസ് നല്ല രീതിയിൽ തന്നെ ഫലവത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ അധികം ക്രോസുകൾ അർണോൾഡ് ഈ ഒരു എല്ലാ മത്സരത്തിലും കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഈ ഒരു ക്രോസുകളൊക്കെ അവിടെ എടുക്കാനൊരു എംബാപ്പ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അർണോൾഡിന്റെ ആ ഒരു ഈ ഒരു ക്രോസിനൊക്കെ കുറച്ചുകൂടി ഇത് കൂടുന്നുള്ളതെന്ന് പറയാം. ആ ഒരു ഇതിൽ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ചാമ്പി അലോൺസോ റയൽ മാഡ്രിഡ് കൊടുത്തിട്ടുള്ള മെയിൻ ചേഞ്ചസ് എന്താണ്? അതുപോലെ തന്നെ ഈ ഒരു ആൻസലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അലോൺസോ റയലിലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റമാണ് റയലിൽ ഉണ്ടായത്? ആ ഒരു ഹ്യൂയിസന്റെയും അതുപോലെ തന്നെ അർണോൾഡിന്റെയും സൈനിങ്സ് ഒക്കെ ഈ ഒരു സാബി അലോൺസോക്ക് ഫലവത്തായി ഉപയോഗിക്കാൻ കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.